ഹായ് കൂട്ടുകാരെ, നമുക്കൊരു കുഞ്ഞതിഥി വരാൻ പോകുന്നതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ഒരു കോംബോ പാക്കായിട്ടാണ് നമ്മൾ മേടിച്ചത്. എന്തൊക്കെയാണെന്ന് കാണിക്കാം കേട്ടോ നിങ്ങളെ. ഇതാണ് നമ്മുടെ വരാനിരിക്കുന്ന അതിഥിയുടെ അമ്മ. ഇത് കുഞ്ഞിനെ പുതപ്പിക്കുന്നൊരു ഷീറ്റാട്ടോ. ഈ കോംബോയ്ക്ക് എത്ര രൂപയുടെ കോംബോ ആയിരുന്നു പാറു? ഇത് 4700 കോംബോ. നമ്മളൊരു ബെഡ് എക്സ്ട്രാ ചേഞ്ച് ചെയ്ത് എടുത്തോണ്ടാണ് കേട്ടോ 4700 ആയത്. 3000 സംതിങ്ങിൻ്റെ ഇതായിരുന്നു അല്ലേ. നമ്മളൊരു കോംബോയിൽ നിന്നൊന്ന് മാറ്റി നമ്മുടെ ഇഷ്ടത്തിന് എടുത്തു. ഇതൊരു ഷീറ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള നല്ല ഷീറ്റാണ്. പൂടെയൊന്നും മുങ്ങത്തില്ല. സെയിം പൊട്ടിക്കണ്ട. ഇതിങ്ങനെ കാണിക്കും. ഇതൊരു സെറ്റ്. ഇതാണ് ബോക്സ്. ഇത് പാമ്പർ, ബേബി പാമ്പർ 0 സൈസ്. ഇത് ഫീൽ ബോട്ടിൽ. ഇത് സ്റ്റാർട്ടിങ് യൂസ് ചെയ്യത്തില്ല, അതവരുടെ കോംബോയിലുള്ളതാണ്. ഇത് വൈപ്സ്. ഇത് ടവല്. ഇത് ജബല എന്ന് പറയും, പള്ളയുടുപ്പ്. അല്ല, ഇത് കെട്ടുന്ന സാധനം. ജബല അല്ല, ഇതിങ്ങനെ നമ്മൾ കെട്ടുന്നത്. ഇത് ഡ്രൈ ഷീറ്റ്. കിടത്തുന്ന ഡ്രൈ ഷീറ്റ്. ബെഡ് നനയത്തില്ല. ഇത് ഫുൾ ബോഡി കവർ. ചെവിയും കാലും എല്ലാം പൊതിഞ്ഞ് റോംബർ. ഇത് ജബല, പള്ളയുടുപ്പ്. 3-4 കളറുണ്ടല്ലേ. 5 കളറാണ്. ഇത് വൈറ്റ്. 2 സെറ്റാട്ടോ, 5 വെച്ച്. ഇത് ഷീറ്റ്. ഇതും അതുപോലെ തന്നെ ഒരു ഷീറ്റാണ്. ഇത് ക്യാപ്പും കൈ മൂടുന്ന കവറും സോക്സും. ഇതുണ്ട്, കുഞ്ഞു സോക്സ്. 2 സെറ്റ് ക്യാപ്പ്. നമുക്ക് അതിഥി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ മിക്സ് ചെയ്ത് മേടിച്ചു. പിങ്കും ബ്ലൂവും മിക്സ് ചെയ്ത് മേടിച്ചു. ഉണ്ടോ? ഇനി ഇതാണ് അതിഥിയുടെ അച്ഛൻ. ഇതാണ് കൊച്ചിനെ കിടത്തി നമ്മളിങ്ങനെ ക്യാരി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാഗ്. കളർ ഇത് ചൂസ് ചെയ്തതിൻ്റെ കാരണം പുറത്ത് പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അഴുക്ക് പറ്റിയാൽ അറിയത്തില്ല. പിന്നെ ഇതുണ്ടെങ്കിൽ അകത്ത് എന്ത് കയറിയിരുന്നാലും നമുക്ക് അറിയാമല്ലോ. പക്കിയോ എന്തെങ്കിലും ഉറുമ്പോ എന്തൊക്കെ കയറിയെന്ന് കാണാൻ വേണ്ടിയാണ് അകത്ത് വൈറ്റ് കളർ എടുത്തത്. ഇതാണ് ഇതിനകത്ത് താരം. ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്തെടുത്തത് കേട്ടോ. ഇത് നമ്മൾ ചേഞ്ച് ചെയ്തെടുക്കുമായിരുന്നു. കോംബോയിൽ സാധാ ആയിരുന്നു. പിന്നെ നമ്മളിത് ചേഞ്ച് ചെയ്തിട്ട് ഇതിനെത്രയായിരുന്നു? 1275. ഇത് നല്ല സൂപ്പർ ബെഡാണേ. കൊച്ചി കുറച്ച് വലുതായാലും നമുക്കിതിൽ കിടത്താം. നെറ്റ് വേണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഇതുപോലത്തെ ഫില്ലോസ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഫില്ലോസ്, ഈ ഫില്ലോസ് ഒക്കെ ഉണ്ട്. നെറ്റ് എക്സ്ട്രാ വെക്കുന്ന കാണിച്ചത്. ഇത് നമുക്കെടുത്ത് മാറ്റാം. എന്താ, ഇങ്ങനെ നമുക്ക് കവർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്കിത് മാറ്റി വയ്ക്കാം. ചൂട് സമയത്ത് ഇത് എന്തായാലും ആവശ്യം കാണത്തില്ല, മാറ്റി വയ്ക്കേണ്ടി വരും. കൊതുകുള്ളപ്പോൾ മാത്രം എടുത്ത് വെച്ചാൽ മതിയല്ലോ. ഇത് കണ്ടോ, തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഇടാം. ഒരു വശത്ത് ഇച്ചിരി മൂത്രമൊക്കെ വീണാലും നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊരു ബെഡായിട്ട് നിവർത്തിയെടുക്കാം. ഉണ്ടോ, ഉറപ്പിച്ച് സ്ട്രാപ്പ് ചെയ്ത് വലിച്ചു കൊടുത്തിട്ട് ഇതുപോലൊരു ബെഡായിട്ട്. കൊച്ചിച്ചിരി വലുതായാലും
നമുക്കിതിൽ കൊണ്ട് കിടത്താം, താഴെ കിടത്താം, സുഖമായിട്ട് കിടന്നോളും. കമന്ന് വീണാലൊന്നും നെഞ്ചൊന്നും പോകത്തില്ല, സോഫ്റ്റാണ്. അപ്പം എനിക്ക് തോന്നുന്നൊരു 6-7 മാസമല്ല, 1 വയസ്സ് വരെ കിടത്താം ഇതിനകത്ത്. ഇത് അത്രത്തോളം വലിയൊരു ബെഡാണ്. നമ്മൾ രാത്രി അടുത്ത് കിടത്താൻ നേരത്താണെങ്കിൽ ഇതിൽ കിടത്താം. 1 വയസ്സ് 1.5 വയസ്സ് വരെ ഇതിൽ കിടക്കും കൊച്ചുങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ആ കോംബോയിൽ നിന്ന് അത് മാറ്റി ഇതെടുക്കാൻ കാരണം. അപ്പം ഇതാണ് നമ്മുടെ പാക്കേജ്. ഈ മാസം 19-ാം തീയതിക്ക് ശേഷം നമ്മൾ എപ്പോൾ വേണമെങ്കിലും അഡ്മിറ്റ് ആവാം. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മളിതങ്ങ് മേടിച്ചു, കോംബോ അങ്ങ് മേടിച്ചു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.